വയനാടിന്റെ വികസനം മുഖ്യ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആദ്യഘട്ടം മുതൽക്ക് തന്നെ ആരംഭിച്ചതും തുടരുന്നതും. അവിടെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക നിങ്ങളെല്ലാവരും ശരിയായി വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വനവും വന്യജീവികളും വനമേഖലയിൽ താമസിക്കുന്നവരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെല്ലാം ശരിയായ നിലയിൽ കേരളം ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വയനാട്ടിലും അതുപോലെ 11 ലോക്സഭാ മണ്ഡലങ്ങളിലും വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പല പരാമർശങ്ങളും ആ പ്രകടന പത്രികയിലുണ്ട്. സത്യത്തിൽ ജയറാം രമേശ് തയ്യാറാക്കിയ പ്രകടന പത്രികയാണെന്ന് തോന്നുന്നു. ഇവിടെ വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന പരാമർശങ്ങളാണ് അതിലുള്ളത്. ഇപ്പോൾ വന്യജീവികൾക്ക് വളർത്തുമൃഗങ്ങളുടെ അതേ അവകാശങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വയനാട്ടുകാർ എന്ത് ചെയ്യും? വനമേഖലയിൽ താമസിക്കുന്നവർ എന്ത് ചെയ്യും? വന്യജീവികൾക്കെല്ലാം വളർത്തുമൃഗങ്ങൾക്ക് നൽകുന്ന പരിരക്ഷ കൊടുക്കണമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത്. ഇവിടുത്തെ കർഷകർ ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. മനുഷ്യന്റെ ജീവന് ഭീഷണിയാവുന്നതും കൃഷിക്ക് തടസ്സമാവുന്നതുമായ വന്യജീവികളുടെ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് വയനാട്ടിലെയും ഇടുക്കിയിലെയും അതുപോലെ 11 മണ്ഡലങ്ങളിൽ അധിവസിക്കുന്ന വനപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവരുടെ ആവശ്യം. 2022 നവംബറിൽ കേന്ദ്ര സർക്കാർ വനം പരിസ്ഥിതി നിയമങ്ങളിൽ വ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റങ്ങൾ ഇവിടുത്തെ കർഷക സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 72 മുമ്പുള്ള വനേതര ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, കർഷകരുടെ കൃഷിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം വളരെയധികം ഇളവ് നൽകിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത് മാറ്റിയത്. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് കൂടുതൽ വനവും വനത്തിനോട് ചേർന്ന് താമസിക്കുന്നവരുടെ ഇടയിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കാർബൺ ഫണ്ട് വലിയ തോതിൽ ഒഴുകുകയാണ്. അതായത് വിദേശ രാജ്യങ്ങളാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. പരിസ്ഥിതി മൌലികവാദത്തിന്റെ പേരിൽ വലിയ തോതിൽ കാർബൺ ഫണ്ട് ഒഴുകുന്ന ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിലേക്ക് ശതകോടിക്കണക്കിന് രൂപയാണ്, സഹസ്രകോടിക്കണക്കിന് രൂപയാണ് കാർബൺ ഫണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഒഴുകുന്നത്. അതെല്ലാം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട NGOs ആണ് ഇവിടെ ഒഴുക്കുന്നത്. അതിന്റെ വക്താക്കളെ പോലെയാണ് കോൺഗ്രസുകാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശയിലും കസ്തൂരി രംഗൻ ശുപാർശയിലും ഉണ്ടായിരുന്ന കൺസേൺസ്, ഇവിടുത്തെ കർഷകർക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആശങ്കകൾ, അത് ദൂരീകരിച്ചു കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷെ ആ ആശങ്ക വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ളത്. മാത്രമല്ല, മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധി കാണിച്ച നിഷ്ക്രിയത്വം, വഞ്ചനാപരമായ നിലപാട് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടന്നുകൂടിയിരിക്കുന്നത്. ശതകോടിക്കണക്കിന് രൂപയുടെ, സഹസ്രകോടിക്കണക്കിന് രൂപയുടെ കാർബൺ ഫണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് കുറച്ച് ആളുകൾ ഇവിടെ കാര്യമായിട്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന്റെ വക്താക്കളെ പോലെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഇതെല്ലാം അടിച്ചുവിട്ടിരിക്കുന്നത്. ഇത് വളരെയധികം ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതോടൊപ്പം മനുഷ്യനും വികസനവും, ഇത് രണ്ടും സമതുലിതമായി പോകുന്ന ഒരു മാർഗനിർദ്ദേശങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം പരിസ്ഥിതി മൌലികവാദം എന്നുള്ള പേരിൽ കുറച്ചാളുകൾ നടത്തുന്ന ഒരുതരം ആക്ടിവിസം, അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എടുത്തിരിക്കുന്നത്. ഇത് കർഷക സമൂഹം വളരെ വ്യാപകമായിട്ട് പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. കേരളത്തിലെ പല കർഷക സംഘടനകളും സ്വതന്ത്ര കർഷക പ്രസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രകടന പത്രിക കേരളത്തിലെ UDF നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അതല്ല ജയറാം രമേശും സംഘവും ഈ കാർബൺ ഫണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള വിശദീകരണം കേരളത്തിലെ UDF നൽകണം എന്നാണ്
ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും, പ്രത്യേകിച്ച് വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് പകരം അവരെ കൂടുതൽ ആശങ്കയിലാക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ചർച്ചാ വിഷയമാവേണ്ടതാണ്. കർഷക സമൂഹത്തിന്റെ ആശങ്ക പരിഹരിക്കാനുള്ള നടപടികളാണ് വേണ്ടത്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ കേരള ഘടകത്തിന്റെ അഭിപ്രായം, UDFന്റെ കേരള ഘടകത്തിന്റെ അഭിപ്രായം തുറന്ന് വ്യക്തമാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.